നമ്മുടെ അടൂർ മണ്ഡലത്തിൽ ഇതുവരെ ഒരു വികസനം പോലും നടന്നിട്ടില്ല. നമ്മൾ നിൽക്കുന്ന ഭാഗം പോലും മഴ പെയ്താൽ കുഴിയും വെള്ളവുമായിട്ട് കിടക്കുകയാണ്. മുനിസിപ്പാലിറ്റി ഇതുവരെ ഒരു സംഭവം പോലും ചെയ്തിട്ടില്ല. ഇവിടെ ഇനിയും കുറേ വികസനങ്ങൾ വരണം. പിന്നെ റോഡ് വികസനം തന്നെയാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ വികസനങ്ങളും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 15 വർഷക്കാലമായിട്ട് ഇവിടെ ഒരു എം പി ഉണ്ടായിരുന്നു. ആ എം പി നമ്മുടെ ഈ നാടിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ 15 വർഷം കൊണ്ട് ഈ എം പി ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കമ്മ്യൂണിസ്റ്റ് വന്നു, അത് കഴിഞ്ഞു കോൺഗ്രസ് വന്നു. ഈ ഭരണങ്ങളൊക്കെ വന്ന സന്ദർഭത്തിലും ഈ അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ഒരു ശ്മശാനം എന്ന് പറയുന്നത് പാവങ്ങളുടെ വലിയൊരു വിഷയമാണ് അടൂര്. ആ അടൂരിൽ ശ്മശാനത്തിന് വേണ്ടിയുള്ള ഏതൊരു സംവിധാനങ്ങളും ഒരുക്കിയിട്ടില്ല. കാലാകാലങ്ങളിൽ ഇലക്ഷൻ വരുമ്പോൾ ശ്മശാനത്തിൻ്റെ പേര് പറഞ്ഞാണ് ഇവരെല്ലാം വിജയിച്ചത്. ഇവരെന്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല? വെറുതെ ജനത്തെ വിഡ്ഢികളാക്കുന്ന രീതിയിലുള്ള കാലാകാലങ്ങളിൽ ഇവിടെ ശ്മശാനമില്ല. ഈ ആശുപത്രി ഇത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ വലിയ ഉദ്ഘാടന മാമാങ്കമാണ് ഇവിടെ എല്ലാവരും നടത്തിയത്. ഇവിടെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഒത്തിരി ഉദ്ഘാടനങ്ങൾ നടത്തി. പക്ഷേ ആവശ്യത്തിന് മിഷനുകൾ, എല്ലാ മിഷനുകളും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തിക്കാനുള്ള സംവിധാനങ്ങളില്ല. ആവശ്യത്തിന് ഡോക്ടർമാരില്ല. ഒരു രോഗിയെ ഒന്ന് കാണണമെങ്കിൽ 20 രൂപ കൊടുക്കാതെ അവിടെ ഗുണ്ടായിസം, അവിടെ ആളിനെ ഇരുത്തിയിരിക്കുക. 20 രൂപ മേടിക്കണം. ഒരു സഹോദരത്തിനെ കാണണമോ, അച്ഛനെ കാണണമെങ്കിലോ, ഒരു അമ്മയെ കാണണമെങ്കിലോ, ആ വീട്ടിൽ നിന്ന് ഒരാൾ ഭക്ഷണം കൊണ്ട് വരണമെങ്കിലോ 20 രൂപ കൊടുക്കാതെ ഈ ആശുപത്രിക്ക് അകത്ത് കയറാൻ കഴിയാത്തൊരവസ്ഥയാണ്. വോട്ട് കൊടുക്കാൻ കാലാകാലങ്ങളിൽ വോട്ടിന് വേണ്ടി മാത്രം ആൾക്കാരെ സമീപിക്കുക. ഇവിടെ മാറ്റം വരണം. ഇവിടെ മാറ്റം വന്നേ പറ്റൂ. LDFും UDFും ഒക്കെ ഇവിടെ ശരിക്കും ഭരിച്ചതല്ലേ? ഇവിടെ ഒരു മാറ്റം വരണം. ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അടൂരിലെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും പ്രാധാന്യമുള്ളത് അടൂരിലെ ഒരു സ്റ്റേഡിയം. വർഷങ്ങളായിട്ട് അടൂരിലെ സ്റ്റേഡിയത്തിന് വേണ്ടി സ്ഥലമെടുത്ത് പല ഘട്ടങ്ങളിലായി സാമ്പത്തികം അനുവദിച്ചു എന്ന് പല ഗവൺമെൻറ്റുകളും പറയുമ്പോഴും ഇന്നും യുവാക്കളുടെ അടൂരിൽ ഏറ്റവും കൂടുതൽ യുവാക്കളാണ് ഉള്ളത്. ആ യുവാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റേഡിയം ഇന്നും പ്രാവർത്തികമായിട്ടില്ല. അങ്ങനെ നിരവധിയായിട്ടുള്ള അടൂരിനെ സംബന്ധിച്ച് പറയുമ്പോൾ 15 വർഷമായിട്ട് ഇവിടെ MP ആയിട്ടിരിക്കുന്ന ആൻ്റണിയെ ഇവിടെ അടൂർ പ്രദേശത്ത് കാണാൻ പോലും കിട്ടുന്നില്ല എന്നുള്ള പരാതി ഇവിടുത്തെ ജനങ്ങൾക്ക് പൊതുവെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പുതിയൊരു മാറ്റത്തിന് ഉള്ള സാഹചര്യം ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.